ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. പേട്രിയോട്ട് റൈറ്റർ ഡയറക്ടർ മഹേഷ് നാരായണൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ തിയേറ്റർ വാച്ചിൽ എനിക്കതൊരു നഷ്ടമാണെന്ന് തോന്നാത്തതും എൻ്റെ ആസ്വാദനത്തെ വലിയ തലത്തിൽ ബാധിക്കാത്തതും എങ്കിൽ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുത്താവുന്നതുമായ ഒരു സിനിമയാക്കി മാറ്റാമായിരുന്നു. ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ തന്നോന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണ എല്ലാവരോടും എനിക്കങ്ങനെ നിങ്ങൾ പോയി തിയേറ്ററിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണൂ, അല്ലെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുത്തോളൂ, അങ്ങനെ പറയുന്നതിനോട് എനിക്കൊരു ഇതുണ്ട്. കാരണം എൻ്റെ അഭിപ്രായം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക എന്ന് പറയാനുള്ളൊരു ഒഡാസിറ്റി എനിക്കില്ല. ഹാവിങ് സെഡ് ദാറ്റ്, ഇതെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇവരൊരു നല്ല രീതിയിൽ ഇതിനെ മേക്ക് ചെയ്തിട്ടുണ്ട്. ചില പാളിച്ചകളുണ്ട്. അതിപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും വലിയൊരു ആഹ്, ഉം, ഒരു സംഭവ സിനിമയായിട്ട് തോന്നിയില്ല. സോറി ഗൈസ്, എനിക്ക് ഇങ്ങനെ പറയുന്നതിലൊരു വിഷമമുണ്ട്. ഒരു സിനിമയെ അങ്ങനെ മോശമല്ല, ഇതൊരു മോശം സിനിമയല്ല, എങ്കിലൊരു മികച്ച സിനിമ നമുക്ക് എല്ലാവർക്കും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നൊരു നമ്മുടെ ലെജൻസ് ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ലെജൻസ്. അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാലേട്ടൻ മമ്മൂക്ക, അല്ലെങ്കിൽ ആ, മമ്മൂക്ക ലാലേട്ടൻ. ഇനി ഒരാളുടെ പേര് ആദ്യം പറഞ്ഞു, മറ്റൊരാളുടെ പേര് രണ്ടാമത് പറഞ്ഞു എന്നുള്ളൊരു ഇത് വേണ്ട. കാരണം ഈ ഫാൻ ഫൈറ്റ് വളരെ മോശമായിട്ട് നടക്കുന്നുണ്ട്. ഇക്കായ്ക്ക് ഒരു 100 കോടി പദ്ധതി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളുണ്ട്. അപ്പോൾ അതിലോട്ടൊന്നും പോവാതെ വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇവർ 2 പേർക്കും കൊടുത്ത ക്യാരക്ടേഴ്സ്, വെദർ ഇറ്റ്സ് ഡാനിയൽ ജെയിംസ് മമ്മൂക്ക ചെയ്യുന്ന ഇൻ്റലിജൻസിൻ്റെ ഒരു അഡ്വൈസർ ആയിട്ടുള്ള ക്യാരക്ടർ ആവട്ടെ, മമ്മൂക്കയുടെ ഹാർഡ് കോർ അല്ല എന്താ പറയുക, ക്ലോസ് സർക്കിളിലെ അല്ലെങ്കിൽ ഒരൊറ്റ ഫ്രണ്ട്, ആ ഫ്രണ്ടിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇവർ ഷെയർ ചെയ്യുന്ന ആ ഒരു റാപ്പോ അതൊക്കെ അമേസിങ്. ഒരാളുടെ വീഴ്ചയിൽ അല്ലെങ്കിൽ ഒരാൾക്ക് പറ്റുന്നതിൽ ഒരാളുടെ കണ്ണ് നിറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഇവരുടെ റിയൽ ലൈഫിലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ട്രിബ്യൂട്ടാണ് ശരിക്കും ഈ സിനിമയിലെ ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അങ്ങനെ വേറൊരു ഇൻഡസ്ട്രിയിലും നമുക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണണമെന്ന് ഞാൻ പറയും. റീസൺ ബീങ്, എന്താ പറയുക, ഇപ്പം തമിഴിൽ രജനീകാന്തും ശ്രീ കമൽഹാസനും എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുമിക്കുന്നു, ഇവർ തമ്മിൽ കൈകോർക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ കാര്യങ്ങൾ, അപ്പോൾ യാർ ഹീറോ എന്നുള്ള രീതിയിലൊക്കെ ഇടുന്നു. ഇവർ തമ്മിലൊരു വലിയ ഇതുണ്ട്. നമ്മൾ അവരെ മോശമായിട്ട് കാണിക്കല, ഒരു കമ്പാരിസനും അല്ല. പക്ഷെ ഇവിടെ നിസ്സാരമായിട്ട് വന്ന് ലാലേട്ടൻ്റെ ഒരു കഥ പറഞ്ഞു, ഞാൻ ചെയ്യാം, അത്രയേ ഉള്ളൂ. ലാലേട്ടൻ ഈസ് ലൈക്ക് ഒരു ഗസ്റ്റ് അപ്പിയറൻസ്, ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളാണ്. പുള്ളി അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇസ് ഡാനിയൽ ജെയിംസ്. കാരണം ഡാനിയൽ ജെയിംസ് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം പുള്ളി ആ ക്യാരക്ടറാണ്. 430 പടങ്ങൾക്കപ്പുറവും മമ്മൂക്ക ആഹ്, എങ്ങനെ ഇങ്ങനെ, അതായത് ഇതിനകത്തൊരു 2 ഷിഫ്റ്റാണ്. ഒരു ഇൻ്റലിജൻസ് അഡ്വൈസർ എന്നുള്ള രീതിയിലും പുള്ളി ആദ്യം കാണിക്കപ്പെടുന്നു. അതിനുശേഷം പുള്ളി ഒരു വ്ളോഗറായിട്ട് UK മാറുന്നുണ്ട്. ഇപ്പം കഥാപശ്ചാത്തലം ഞാൻ പെട്ടെന്ന് പറഞ്ഞു വയ്ക്കാം. അതായത് പുള്ളി കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. രേവതി എന്ന മിനിസ്റ്ററിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങളും ഈ പെരിസ്കോപ്പ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ചിട്ട് സാധാരണക്കാരിലേക്ക് ഒരു കമ്പനി ഇറങ്ങി അവരെ നിരീക്ഷിക്കുന്നു എന്നുള്ളത് ഒരു പ്രൈവസി ലംഘനമാണ്. അത് ഒരിക്കലും ഒരു ജനതയോട് ഒരു രാജ്യവും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിന് എഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യുമെന്ന് പറയുന്ന മിനിസ്റ്ററിൻ്റെ മരണത്തോടുകൂടി ഡാനിയൽ ഈസ് ഇൻ ഡേഞ്ചർ. മമ്മൂക്കയ്ക്ക് നാട് വിടേണ്ടി വരുന്നു. അതിനുശേഷം കഥ എങ്ങനെ സംഭവിക്കുന്നു, അതിൻ്റെ പോക്ക്, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ എവിടൊക്കെ മമ്മൂക്കയ്ക്ക് പ്രശ്നം വരുന്നുണ്ടോ അവിടെ ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടനാണ് ശരിക്കും മമ്മൂക്കയുടെ സോൾ ഹെൽപ്പ്. അങ്ങനെയൊക്കെ കാണിച്ചിരിക്കുന്ന, അതിലൊന്നും ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് മാസ് മസാല ഒന്നും ചെയ്യാത്ത, വളരെ നോർമലായിട്ട്, അതായത് ഓങ്കി അടിച്ച 1.5 ടൺ വെയിറ്റഡാ, മൂക്കിൽ നിന്ന് മിസൈൽ വരും, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇവർ സംഭവമാണ് എന്ന് ആകെ പറയുന്നത്, ഇഫ് ദേ ആർ ടുഗെദർ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഫഹദിൻ്റെ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലാതെ ഒരുപാട് ഇവർ നോർമലായിട്ട് കാണിക്കുന്ന സാധനം തന്നെ നമുക്ക് ഹൈ തരും. ഇപ്പം ലാലേട്ടൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം തളത്തിൽ ദിനേശൻ വന്നിട്ട് ഒരു ഗ്ലാസ് ബ്രാൻഡി എന്ന് പറയുന്നത് പോലെ ലാലേട്ടൻ ഒരു ഗ്ലാസ് ഫുൾ, അതായത് ഒന്നും മിക്സ് ചെയ്യാതെ, സോഡയോ വെള്ളമോ മിക്സ് ചെയ്യാതെ ഒരു ഗ്ലാസ് ബ്രാൻഡിയോ വിസ്കിയോ പുള്ളി എടുക്കുന്നുണ്ട്. എടുത്തിട്ട് പുള്ളി നോക്കിയിട്ട് ഒരു ചിരി ചിരിക്കുന്നതുണ്ട്. അതാണ് എന്താ പറയുക, നാച്ചുറൽ ആക്ടിങ് ലാലേട്ടൻ എന്ന് നമുക്ക് പറയുന്ന ഇതുപോലെയാണ്.
അതുപോലെയാണ് മമ്മൂക്കയുടെ മെത്തേഡ് ആക്ടിംഗ് എന്നോ എനിക്കറിയില്ല. പുള്ളി വെരി കൺവിൻസിങ് ആസ് എ വ്ളോഗർ. ഇപ്പോൾ ഒരു വക്കീലായിട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ വലിയ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ മമ്മൂക്കയ്ക്ക് ഈസിയാണ്. കാരണം ആ ഓറ, ആ പേഴ്സണാലിറ്റി അങ്ങനെ തന്നെ ഉണ്ട്. ബട്ട് ഹീ ഈസ് എ വ്ളോഗർ ഓൺ എ വെൻ ഹി ഷിഫ്റ്റ് ടു UK. പുള്ളി ഒരു വ്ളോഗറാണ്. അപ്പോൾ പുള്ളി ഒരു വ്ളോഗ് നമ്പർ 112 എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ എടുത്തിട്ട് അതിൽ പുള്ളിയുടെ എക്സ്പെർട്ടീസ് കാണിക്കുന്ന ഒരു സീനുണ്ട്. പുള്ളി ഇത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? പുള്ളി ആ ക്യാമറയ്ക്ക് കൊടുക്കുന്ന ഐ കോൺടാക്റ്റ്, ആ പുള്ളിയെ ചുറ്റിയൊരു ക്യാമറ, ആ സ്റ്റുഡിയോയുടെ സെറ്റപ്പ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ ത്രില്ലടിച്ചു പോകും. ഓ വാവ്! എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനൊരു ക്യാരക്ടറായിട്ട് മാറിയിട്ട് ചെയ്യുന്നു എന്നുള്ളത്. 2 പേരെയും ഹാറ്റ്സ് ഓഫ്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ലെജൻഡ്സ്. ആൻഡ് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് പറയുന്നത് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. ഇപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക എന്നുള്ള ലെജൻഡറി ആക്ടേഴ്സിനെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. കാരണം ഇത് ഇന്നൊന്നും വായിച്ചാൽ തീരില്ല. ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ഇവർക്ക് ത്രൂ ഔട്ട് ഒരു റോള് തന്നെയുണ്ട്. നയൻതാരയാണ് ബേസിക്കലി ഇതിനകത്തൊരു ഗസ്റ്റ് റോളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. പക്ഷേ അതും ഇമ്പാക്റ്റ്ഫുൾ ആണ്. ശ്രീ രേവതി, പുള്ളിക്കാരിയുടെ റോൾ ഇമ്പാക്റ്റ്ഫുൾ ആണ്. ദർശന ചെയ്തിരിക്കുന്ന കഥാപാത്രം രസമുണ്ട്. ദർശന ഒരു പിവട്ടൽ ക്യാരക്ടറാണ്. ഇതെല്ലാം എക്സ്പോസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ആൾക്കാരെ ട്രിഗർ ചെയ്യുന്ന ഒരു ക്യാരക്ടറോ ദർശനയുടെയാണ്. ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ പാർട്ട്ണറായിട്ട് വരുന്ന സെറിൻ ഷിഹാബിൻ്റെ, ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. കാരണം ആട്ടത്തിൽ അഭിനയിച്ച അത്രയും യങ്ങായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് മമ്മൂക്കയുടെ ഒരു പാർട്ട്ണറായിട്ട് വരുമ്പോൾ ഭയങ്കര രസമാണ്. ഇവർ തമ്മിലുള്ള ജോഡിയും ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആർഗ്യുമെൻറ്റ്സും കരുതലും കാര്യങ്ങളും, മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് ഹാഫിൽ മമ്മൂക്കയുടെ പ്രസൻസ് എവിടെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരിതും, അതൊരു പോയിന്റിന് ശേഷം പിന്നെ അത് സിനിമയിലില്ല. ബേസിക്കലി ഈ ക്യാരക്ടർ ആവശ്യവുമില്ല. പക്ഷേ അതുവരെയുള്ള ഈ ക്യാരക്ടറിൻ്റെ അതൊക്കെ പുള്ളിക്കാരി രസകരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആട്ടം പോലുള്ള ഒരു സിനിമ പുള്ളിക്കാരിക്ക് പുള്ളി ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ സെറിൻ ഷിഹാബിന് ഐ തിങ്ക് ഇറ്റ്സ് എ കേക്ക് വാക്ക്. അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കത് നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്. ഗ്രേസ് ആൻ്റണിക്ക് ഒരു വേലക്കാരിയുടെ ഒരു ചെറിയ റോള് കൊടുത്തിട്ടുണ്ട്. താരതമ്യേന കുറവാണ് ബാക്കിയുള്ള ആക്ടേഴ്സിനെ വെച്ച് പറയുമ്പോൾ. ഇന്ദ്രൻ സേട്ടൻ്റെ കഥാപാത്രമുണ്ട്. പിന്നെയും ഇതിൻ്റെ IMDb ലിസ്റ്റ് ഗീത സംഗീത, പുള്ളിക്കാരിക്കൊരു ക്യാരക്ടർ, അത് കുറച്ചുകൂടെ ഒരു ഇമോഷണലി കണക്റ്റ് കിട്ടാൻ വേണ്ടി സെറ്റ് ചെയ്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇനി സിനിമയുടെ എനിക്ക് വർക്കാകാത്തൊരു മേഖല, ഒരു പക്ഷേ ഇത് ഹെവി സ്പോയിലേഴ്സ് ആയിരിക്കും. ഞാൻ മുൻകൂർ ജാമ്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഈ പ്രശ്നങ്ങളുടെ ഈ പെരിസ്കോപ്പ് വെച്ച ആൾക്കാരെ മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഒരു പക്ഷേ എനിക്ക് അത്രയും ഇതിൻ്റെ ഒരു വോളിയം മനസ്സിലാവാത്തതുകൊണ്ട്, ഈ പ്രശ്നത്തിൻ്റെ വ്യാപ്തി എൻ്റെ തലയിലോട്ട് കയറാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു ജനതയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു പക്ഷേ ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് വരുന്നത് അതായത് വാങ്ങിച്ച കാശ് തിരിച്ചടയ്ക്കുന്നതിനേക്കാൾ ആത്മഹത്യയിലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. പക്ഷേ അവരെ ഇത്രയും സിവിയറായിട്ട് അറ്റാക്ക് ചെയ്യുമോ? അത് സിനിമ കാണുക. അത് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളും മോണിറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ. ഡേറ്റ ഗ്യാതറിങ് ഈസ് ഡിഫറെൻറ്റ്. അറ്റാക്കിങ് വിത്ത് എ കംപ്ലീറ്റ്ലി ഒരു വേറെ അത്രയും മോശമായിട്ടൊരു ഫാമിലി അറ്റാക്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത്രയും എക്സ്ട്രീമായിട്ടൊക്കെ ഒരു കമ്പനി ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട്. ഇതിനകത്തെ ഫഹദ് ഫാസിലും മറ്റേ ഗുപ്തനുണ്ടല്ലോ, ചായ ഭയങ്കര ചൂടുള്ള ചായ ഊതി കുടിക്കുന്ന രാജീവ് മേനോൻ, പുള്ളിയുടെ കഥാപാത്രം നല്ല രസമായിട്ടുണ്ട്. കാരണം ഫഹദ് ഫാസിലും രാജീവ് മേനോനും അച്ഛനും മകനുമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്ര സിമിലാരിറ്റി ഉണ്ട്. നല്ല രസമുണ്ട്. പക്ഷെ ആ ബന്ധത്തിൽ വരുന്നിരിക്കുന്ന അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഇത് എനിക്കൊട്ടും കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അങ്ങനെ ഒരു അച്ഛൻ മകൻ ബന്ധം എങ്ങനെ അത് സ്ക്രീനിൽ അത് കൺവിൻസിങ് ആയിട്ട് ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത്. ഫഹദ് ഫാസിലിൻ്റെ അഭിനയമായിരിക്കട്ടെ, നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട ഭയങ്കര ഹൈ ആയിട്ട് ഷൗട്ട് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറാണ് പുള്ളി ത്രൂ ഔട്ട് വന്നിരിക്കുന്നത്. ഇപ്പം മഹേഷ് നാരായണന് തന്നെ വേറൊരു സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ഒരു ഡിപ്രസിങ് രീതിയിൽ അറിയിപ്പിനകത്തുള്ള അഭിനയത്തിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷൻ പോലെയാണ് കുഞ്ചാക്കോ ബോബൻ്റെ അഭിനയം എനിക്ക് ഇതിനകത്ത് തോന്നിയത്. അപ്പം അതൊന്നും ഒരു ഡിപ്രസീവ് സ്റ്റേറ്റ്, ഓക്കെ, അത് ഈ ക്യാരക്ടർ അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു IT കമ്പനി അല്ലെങ്കിൽ വേണ്ട, ബേസിക് ആയിട്ടുള്ള ഏതൊരു കമ്പനിയും നമ്മൾ എടുത്തു നോക്കുക. ഇത് പല കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നത് പറയുന്നതാണ്. ഇത് കണ്ടവർക്ക് മാത്രമേ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ എ വേ ഇറ്റ്സ് നോട്ട് എ സ്പോയിലർ. അപ്പം എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പുള്ളി ആ കമ്പനിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നു. ബേസിക് ആയിട്ട് ഏതൊരു കമ്പനിയും ചെയ്യുന്നത് ആ പുള്ളിക്കാരുടെ ഐഡിയും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു വെക്കുക, അല്ലെങ്കിൽ ആക്സസ്
റെസ്ട്രിക്റ്റ് ചെയ്യുക. അതാണ് ഒരു IT ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം ചെയ്യുക. പക്ഷേ ഇതിനകത്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്കും കുഞ്ചാക്കോ ബോബന് ക്ലൈമാക്സ് വരെ ആ സിസ്റ്റത്തിലോട്ടുള്ള ആക്സസും കാര്യങ്ങളും ഉണ്ട്. അതൊരു വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ജനകീയ വിചാരണ, അതായത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്ന് എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ ഇതുപോലത്തെ മന്ത്രിമാരെയും അല്ലെങ്കിൽ മന്ത്രിപുത്രന്മാരെയും റോഡിലെടുത്തിട്ട് അലക്കി ജനവിചാരണ ചെയ്ത് അവരെ കൊല്ലുക, അവരുടെ ഓഫീസ് അറ്റാക്ക് ചെയ്ത്, അങ്ങനെയൊന്നും ഈ മഹാരാജ്യത്ത് നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ മുമ്പേ നന്നായി പോയേനെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു നറേഷൻ, അങ്ങനെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ട്രാക്കർ സിസ്റ്റം ഉണ്ടാവാൻ പാടില്ല. അത്ര പോലും ബുദ്ധിയില്ലാത്ത കഥാപാത്രങ്ങൾ ഉണ്ടാവുമോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലൂപ്പ് ഹോൾസ് സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തു. ഒരു പക്ഷേ എൻ്റെ മാത്രം പ്രശ്നമായിരിക്കാം. അപ്പോൾ അതൊക്കെ എനിക്കൊരു കല്ലുകടിയായി തോന്നുമ്പോഴും നൈസായിരുന്നു. അത് ഈ 2 ലെജൻസിൻ്റെ, ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും അഭിനയം കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ഇതായിരുന്നു. എനിക്ക് ശരിക്കും തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ പാക്കേജ് ആയിട്ട് കിട്ടിയില്ല. അതായത് ഒരു മാസ് സിനിമ വേണം, അല്ലെങ്കിൽ ഹരികൃഷ്ണൻസ് പോലത്തെ ഒരു സിനിമ വേണം, അല്ലെങ്കിൽ അതിക്കും മേലെ നിൽക്കണം, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് 2 പേരും അർഹിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഇവരെ 2 പേരെയും കൊണ്ടുവന്നിട്ട് ഇനിയും ഒരു സിനിമ വരണം. അതിൽ കുറച്ചുകൂടെ ഇതുപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് മീറ്റർ പോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എൻഡിങ് അങ്ങനെ കിട്ടണം. അതാണ് എൻ്റെ ആഗ്രഹം. സോ ആകെ മൊത്തത്തിൽ എനിക്കൊരു എബോവ് ആവറേജ് അഭിപ്രായമുള്ളൊരു സിനിമയാണ് പേട്രിയോട്ട്. ഇത്രയും പൈസ മുടക്കി എന്താ പറയുക, ഒരുപാട് അധ്വാനത്തോടു കൂടി വന്നൊരു സിനിമയ്ക്ക് ഇങ്ങനൊരു റിവ്യൂ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അഭിപ്രായം വ്യക്തിപരം. നിങ്ങൾ കണ്ട് സിനിമയെ വിലയിരുത്തുക എന്ന് മാത്രമാണ് എനിക്കിതിൽ പറയാനുള്ളത്. സോ ട്രെയിലർ കണ്ടപ്പോൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്തോ അതൊക്കെ തന്നെയായിരുന്നു ഒരു പക്ഷേ എനിക്ക് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കാണാത്തവർ ഇതിൽ ചിലർ ഞാൻ വർഷങ്ങളായിട്ടല്ല, ഇപ്പോൾ ആകെ 2 വർഷമേ ആയിട്ടുള്ളൂ ഈ ചാനൽ തുടങ്ങിയിട്ട്, എന്നെ വെറുതെ വന്നിട്ട് തെറി വിളിക്കും ഞാൻ മമ്മൂക്ക വീഡിയോസ് ചെയ്യുമ്പോൾ. നിങ്ങളൊരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ടാണ് എന്നെ തെറി വിളിക്കുന്നതെങ്കിൽ ഞാൻ തുടരും അതുപോലെ ഹൃദയപൂർവ്വമുള്ള റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഹാർഡ് കോർ മമ്മൂക്ക ഫാനാണ്. പക്ഷേ ലാലേട്ടൻ എന്ന ആക്ടറിൻ്റെ വെർത്ത് എന്താണെന്നറിയാം. ഒരു പക്ഷേ നിങ്ങളെക്കാൾ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എന്നെ തെറി വിളിക്കുന്നവർക്ക് മമ്മൂക്ക മറുപടി പറയും. നിർത്തണം ഏരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ മക്കളെ. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ.